ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഇന്ന് ലോക്സഭയിൽ. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബില്ല് അവതരിപ്പിക്കുക. ഇന്ന് സഭയിലെത്താൻ ആവശ്യപ്പെട്ട് BJPയും കോൺഗ്രസും തങ്ങളുടെ ലോക്സഭാ അംഗങ്ങൾക്ക് 3 ലൈൻ വിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇന്ന് രാജ്യം കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തിന് ശേഷം ലോക്സഭയിലേക്ക് ബില്ല് വരുന്നു. അതേസമയം പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾക്ക് മാറ്റമില്ലാതെ തുടരുകയുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പിലേക്ക് കടക്കുമ്പോൾ നിരുത്തരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നുമുണ്ട്. മറ്റൊരു വശത്ത് വിവരങ്ങൾ എന്താണ്? വീണ, ഇന്നിപ്പോൾ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു ചുവടുവെപ്പ് കേന്ദ്ര സർക്കാർ നടത്തുകയാണ്. ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഈ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനായുള്ള ബില്ലും അതോടൊപ്പം തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ 2 ബില്ലുകളാണ് വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 12-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഈ ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ ബില്ല് ലോക്സഭയിലേക്ക് എത്താൻ പോകുന്നത്. പ്രതിപക്ഷം വൺ നേഷൻ വൺ പോളിനെ നേരത്തെ മുതൽ തന്നെ എതിർക്കുന്നുണ്ട്. അതിനാൽ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും ഒരുപക്ഷെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി കക്ഷികൾ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് സഭയിൽ ബഹളം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഒന്നെങ്കിൽ JPCക്കോ അതല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതിയുടെ പരിഗണനയിലേക്ക് ഈ ബില്ല് നീങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ അടിയുറച്ച് നിൽക്കുകയാണ്. 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായാണ് ഭരണഘടനയുടെ 82-ാം അനുച്ഛേദവും അതോടൊപ്പം തന്നെ 83-ാം അനുച്ഛേദത്തിലും ഭേദഗതി വരുത്തുവാനുള്ള ബില്ല് ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തന്നെയാണ്. 1951-ലും അതിനുശേഷം പിന്നീട് 57-ലും 62-ലും രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് തന്നെയായിരുന്നു. അതിനുശേഷം പിന്നീട് വിവിധ സംസ്ഥാന സർക്കാരുകളെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം പിരിച്ചുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ വൺ നേഷൻ വൺ പോൾ എന്നത് മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായും നിയമസഭകളിലേക്ക് വ്യത്യസ്ത സമയങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്നിപ്പോൾ പ്രതിപക്ഷം ഇതിനെ എതിർക്കുമ്പോൾ BJP കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്. നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചായിരുന്നു നടന്നിരുന്നത്. പിന്നീട് കോൺഗ്രസ് സർക്കാരുകൾ കേരളത്തിലെ EMSൻ്റെ സർക്കാരിനെ ഉൾപ്പെടെ പിരിച്ചുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പുകൾ പല സമയങ്ങളിലായി നടത്തേണ്ട സാഹചര്യം ഉണ്ടായത്. അതിനാൽ രാജ്യത്ത് നിലനിന്നിരുന്ന ഒന്ന് തന്നെയാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നതാണ് പ്രധാനമായും BJPയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ വലിയ നാടകീയ രംഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കോൺഗ്രസ്, ഇടതുപക്ഷം അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇവരെല്ലാം ഈ ബില്ലിനെ എതിർക്കും. സർക്കാരിനെ സംബന്ധിച്ച് ബില്ലിലെ വ്യവസ്ഥകൾ വിശദീകരിക്കുക എന്നതാണ് ആദ്യത്തെ കടമ. അത് സ്വാഭാവികമായും ബില്ല് അവതരിപ്പിക്കുന്ന നിയമമന്ത്രിയാണ് ചെയ്യുക. അതിനുശേഷമാകും ഇത് പാർലമെന്ററി സമിതിക്കോ JPCക്കോ ഒക്കെ വിടുകയോ അതല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ ബില്ല് പാസ്സാക്കാനാണോ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്, ഇത് സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് ലഭ്യമാകുക. വീണ, ഓക്കെ, ശരി ഗൗതം. ഏതായാലും വിശദാംശങ്ങളിലേക്ക് വരും മണിക്കൂറുകളിൽ തിരിച്ചു വരാം. കാരണം ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്.